ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അതും നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്, ഇതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാൻ അവിടെ കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് മാമ്പഴം, പിന്നെ ചെറിയൊരു തണ്ണിമത്തൻ്റെ പീസ്, പിന്നെ ഒരു റോബസ്റ്റ പഴമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാൻ വെക്കാവുന്ന. അപ്പോൾ പാല് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ തണുത്ത പാൽ തന്നെയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടയിലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ പാല് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പാലും കസ്റ്റേർഡും കൂടി മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ കൂട്ടിയിടരുത്, എപ്പോഴും സിമ്മിലേ ഇടാവുള്ളൂ ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ഉടനെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. പടിയിൽ പിടിക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ശരിക്കും. ഇതിപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുറുകാൻ നിൽക്കരുത്. അപ്പോൾ ഇത്രയും പാകമാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലോണം തണുക്കാൻ വെക്കണം. ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയി കിട്ടണം. ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുന്തിരി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയ റോബസ്റ്റ പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങയും നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തണ്ണിമത്തനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. തണ്ണിമത്തനിൽ ചെറുതായിട്ട് വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക്. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ജസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആദ്യം മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ റോബസ്റ്റ് പഴം, പിന്നെ മുന്തിരി എല്ലാം നമുക്ക് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം മിക്സാക്കി കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കി എടുക്കണം. എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ നേരത്ത്. അപ്പോൾ ഇതിൽ സെർവ് ചെയ്യാൻ നേരത്ത് ഞാനിതിലേക്ക് തണ്ണിമത്തൻ ചെറിയ പീസാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതോടൊപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.